എൻ്റെ ആത്മാവേ, എന്നോട് കരുണ കാണിക്കൂ. എൻ്റെ ആത്മാവേ, നീ എന്തിന് കണ്ണീർ വാർക്കുന്നു? നീ എൻ്റെ ദൗർബല്യം അറിഞ്ഞുവോ? എൻ്റെ കണ്ണുനീർ തുള്ളികൾ കൂർത്ത് തറച്ച് മുറിവേൽപ്പിക്കുന്നു. എന്തെന്നാൽ എനിക്ക് എൻ്റെ തെറ്റെന്തെന്നറിയില്ല. നീ കരയും വരേക്കും നിൻ്റെ സ്വപ്നങ്ങളും നിൻ്റെ അഭിലാഷങ്ങളും നിൻ്റെ നിർദ്ദേശങ്ങളും നിർവചിക്കാൻ മാനുഷിക വചനങ്ങളല്ലാതെ എന്നിൽ മറ്റൊന്നുമില്ല. എൻ്റെ ആത്മാവേ, എൻ്റെ നേരെ നോക്കൂ. നിൻ്റെ പ്രബോധനങ്ങളനുസരിച്ച് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ചിലവഴിച്ചു. ഞാൻ എത്ര സഹിച്ചുവെന്നോർക്കുക. നിന്നെ അനുഗമിച്ച് ഞാൻ എൻ്റെ ജീവിതം തീർത്തിരിക്കുന്നു. നിൻ്റെ രാജകീയ അധികാരത്തിൽ എൻ്റെ ഹൃദയം നിർവൃതി കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോഴത് അടിമത്തത്തിൻ്റെ നുകത്തിലാണ്. ക്ഷമ എൻ്റെ ചങ്ങാതിയായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്കെതിരെ മത്സരിക്കുന്നു. യുവത്വം എൻ്റെ പ്രതീക്ഷയായിരുന്നു, എന്നാൽ ഇപ്പോൾ എൻ്റെ അശ്രദ്ധകളെ ശാസിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ ആത്മാവേ, നീ ഇതെല്ലാം ആവശ്യപ്പെടുന്നു? ഞാൻ എൻ്റെ ആഹ്ലാദങ്ങൾ നിരസിച്ചു, ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ ഉപേക്ഷിച്ചു. നീ എന്നെ നേടാൻ പഠിപ്പിച്ച പാതയെ പിന്തുടർന്നു. എന്നോട് നീതി കാണിക്കൂ, അല്ലെങ്കിൽ എന്നെ മോചിപ്പിക്കാൻ മരണത്തെ വിളിക്കൂ. എന്തെന്നാൽ നീതിയാണ് നിൻ്റെ മാഹാത്മ്യം. എൻ്റെ ആത്മാവേ, എന്നോട് കരുണ കാണിക്കൂ. എൻ്റെ ഭാരം എനിക്ക് വഹിക്കാൻ കഴിയാവുന്നതുവരെ നീ എന്നെ സ്നേഹത്താൽ മൂടി. നീയും സ്നേഹവും വേർപിരിക്കാൻ കഴിയാത്ത ശക്തിയാണ്. ഞാനും സമ്പത്തും വേർപിരിക്കാൻ കഴിയാത്ത ദൗർബല്യമാണ്. ശക്തരും ദുർബലരും തമ്മിലുള്ള യുദ്ധം എന്നെങ്കിലും അവസാനിക്കുമോ? എൻ്റെ ആത്മാവേ, എന്നോട് കരുണ കാണിക്കൂ. എൻ്റെ കഴിവിനപ്പുറമുള്ള ഭാഗ്യം എന്നെ നീ കാണിച്ചിരിക്കുന്നു. ഭാഗ്യവും നീയും മലമുകളിൽ വസിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഞാനും എൻ്റെ ദുരിതവും താഴ്വരയുടെ കുഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പർവ്വതവും താഴ്വരയും എന്നെങ്കിലും യോജിക്കുമോ? എൻ്റെ ആത്മാവേ, എന്നോട് കരുണ കാണിക്കൂ. നീ എന്നെ സൗന്ദര്യം കാണിക്കുകയും പിന്നീട് അവളെ മറച്ചു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. നീയും സൗന്ദര്യവും പ്രകാശത്തിൽ ജീവിക്കുന്നു. അജ്ഞതയും ഞാനും ഇരുളിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രകാശം എന്തെങ്കിലും ഇരുളിന്മേൽ അധിനിവേശം നടത്തുമോ? നിന്റെ ആഹ്ലാദം മരണത്തോടൊപ്പം വരുന്നു.